രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 46-ാം സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനത്തിൽ ആ ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രമേറ്റ് രാമൻ വീഴുന്നതും അത് കണ്ട് ലക്ഷ്മണനും സ്തംഭിച്ചിരിക്കുന്നതും വനരന്മാരെല്ലാവരും അവരെ ചുഴന്നുകൊണ്ട് നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ആ വനരന്മാരെല്ലാവരും ആ സുതരന്മാരായ രാമലക്ഷ്മണന്മാരെ നോക്കി നിന്നു. മഴ പൊഴിച്ചടങ്ങിയ ദേവനെപ്പോലെ ആ മേഘനാഥൻ തൻ്റെ പണി തീർത്തു നിൽക്കുമ്പോൾ വിഭീഷണൻ സുഗ്രീവനോടും കൂടി അവിടേക്ക് വന്നു. നീലൻ, ദിവിതൻ, മൈന്ദൻ, സുഷേണൻ, കുമുദൻ, അംഗദൻ എന്നിവരും ഹനുമാനോടൊപ്പം രാമലക്ഷ്മണന്മാരെ പറ്റി ദുഃഖിതരായി അനക്കമറ്റ് വീർപ്പ് നേർത്ത് ചൊരയിൽ കുളിച്ച് അമ്പുകൾ കൊണ്ട് മൂടി നിശ്ചേഷ്ടം ശരതൽപ്പത്തിൽ ഇരുവരും കിടക്കുന്നതായിട്ട് കണ്ടു. പാമ്പിനെപ്പോലെ നെടുവീർപ്പിട്ടുകൊണ്ട് അനക്കമറ്റ് ഉശിരികെട്ട് ചോരയിൽ കുളിച്ച് പൊൻകൊടിക്കാലുകൾ പോലെ കിടക്കുന്നു. കണ്ണീർ വാർക്കുന്ന സ്വന്തം സേനാനായകരാൽ ചുഴപ്പെട്ട് ആ വീരന്മാർ വീരശയ്യരി ബോധമില്ലാതെ കിടക്കുന്നു. ശരങ്ങളേറ്റിട്ട് രാമലക്ഷ്മണന്മാർ വീണത് കണ്ട് വിഭീഷണനും വനരന്മാർ ഒക്കെ ദുഃഖിതരായി മാറി. ഭൂമിയിലും സ്വർഗത്തിലും ഉള്ള എവിടെ നോക്കിയിട്ടും ആ മായ യുദ്ധം ചെയ്യുന്ന മേഘനാഥനെ കാണാൻ വനരന്മാർക്ക് കഴിഞ്ഞില്ല. മായയിൽ മറഞ്ഞ സുതരപുത്രനെ മായയാ നോക്കിയ വിഭീഷണൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. നിസ്തുലകർമാവും പോരിൽ അപ്രതിദ്വന്ദിയും വരബലം കൊണ്ട് മറഞ്ഞവനുമായ വീരനെ തേജസ്സും യശസ്സും വിക്രവുമാർന്നവനെ ആ വിഭീഷണൻ അങ്ങനെ കണ്ടു. വീണ് കിടക്കുന്നവരെ കണ്ട് താൻ ചെയ്തതിൽ അതിപ്രീതനായി രാക്ഷസതയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ആ മേഘനാഥൻ ഇങ്ങനെ പറഞ്ഞു: ദൂഷണൻ്റെയും ഖരൻ്റെയും ഘതകന്മാരും ബലശാലികളും സഹോദരന്മാരുമായ രാമലക്ഷ്മണന്മാർ ഇതാ എൻ്റെ അമ്പുകളെ കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഋഷിമാർക്കും ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നിച്ചു ചേർന്നാൽ പോലും ഇവരെ ഈ ശരബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമല്ല. യാതൊന്ന് നനച്ച് താപാർത്തനായ എൻ്റെ അച്ഛൻ മെത്തയിൽ ശരീരം തൊടാതെ രാത്രി കടന്നു പോകുന്നുവോ, യാതൊന്നിനാൽ ലങ്കയാകെ മഴക്കാലത്തെ പുഴ പോലെ കലങ്ങിയോ സർവോന്മൂലകമായ ആ അനർത്ഥം ആ രാമലക്ഷ്മണന്മാർ എന്നുള്ള ശത്രുക്കളെ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സകല മർക്കടന്മാരുടെയും വിക്രമങ്ങളൊക്കെ ശരത്കാലത്തിലെ മേഘം പോലെ നിഷ്ഫലങ്ങളായി തീർന്നിരിക്കുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞു. നോക്കി നിൽക്കുന്ന ആ രാക്ഷസന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ട് രാവണി ആ വനരവീരന്മാരെയെല്ലാം പിടിപ്പിച്ചു. നീലൻ്റെ നേർക്ക് 9 അമ്പ് എഴുതിയിട്ട് മൈന്ദനെയും ദിവിതനെയും ആ ശത്രുശാതനൻ 3 അമ്പുകൾ കൊണ്ട് പീഡിപ്പിച്ചു. ജാമ്പവാൻ്റെ മാറത്തൊരമ്പ് ചെയ്തിട്ട് ആ വില്ലാളി വീരൻ വേഗവാനായ ഹനുമാൻ്റെ നേർക്ക് 10 അമ്പ് ചെയ്തു. അതിവിക്രമന്മാരായ ഗവാക്ഷനെയും ശരഭനെയും ഈ 2 അമ്പുകൾ കൊണ്ട് പോരിൽ രാവണി മുറിവേൽപ്പിച്ചു. ഗോലാങ്കൂല നായകൻ്റെയും വാലിപുത്രനായ അംഗദൻ്റെയും നേർക്ക് രാവണി തെരുതെരെ അമ്പുകൾ തൊടുത്തുവിട്ടു. അഗ്നിശിഖാസദൃശങ്ങളായ ബാണങ്ങളാൽ വനരവീരന്മാരെ മെയ്മിടുക്കും മനക്കരുത്തും ഉള്ള ആ മേഘനാഥൻ തോൽപ്പിച്ചിട്ട് അലറാനാരംഭിച്ചു എന്ന് പറയണം. വനരന്മാരെ അമ്പുകൾ കൊണ്ട് മർദ്ദിച്ചും വിറപ്പിച്ചും ആ വീരൻ അട്ടഹസിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു: അല്ലയോ രാക്ഷസരെ, പുരിൽ ഘോരമായ ശരബന്ധം കൊണ്ട് എന്നാൽ ഒരുമിച്ച് ബന്ധിക്കപ്പെട്ട ഈ സ്വതരന്മാരെ നോക്കുവിൻ. ഇത് കേട്ട് കൂടയോധികളായ ആ രാക്ഷസന്മാർക്ക് എല്ലാവർക്കും സന്തോഷമായി. ആ കർമ്മം കൊണ്ട് അവർ ആഹ്ലാദിച്ചു. അവരൊക്കെ ഇടിമുഴക്കം പോലെ അർത്തലറി. രാമൻ കൊല്ലപ്പെട്ടു എന്ന് കരുതി അവരെല്ലാവരും ഇന്ദ്രജിത്തിനെ ആദരിച്ചു. നിലത്ത് വീർപ്പടങ്ങിയ അണക്കമറ്റ് കിടക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട് ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നാണ് അവർ കരുതിയത്. രണവീരനായ ഇന്ദ്രജിത്ത് ആനന്ദമാർന്ന് ആ രാക്ഷസന്മാരെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് ലങ്കാപുരിയിലേക്ക് പ്രവേശിച്ചു. രാമലക്ഷ്മണന്മാരുടെ ശരീരത്തിൽ സർവാവയവങ്ങളും അമ്പുകൾ കൊണ്ട് നിറഞ്ഞതായി കണ്ട് സുഗ്രീവൻ ഭയാർത്തനായി ശോകം കൊണ്ടു. കലങ്ങിയ കണ്ണോടെ കണ്ണീരും വാർത്ത് ദീനനായി വിറകൊണ്ട ആ സുഗ്രീവനോട് വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞു: അല്ലേ സുഗ്രീവ, പേടി മതിയാക്കൂ, കണ്ണീര് അടക്കൂ. യുദ്ധങ്ങൾ ഇങ്ങനെയാണ്. ജയവും പരാജയവും എപ്പോഴും ഉണ്ടാവും. ഒരാൾക്ക് ജയം എന്നുള്ളത് സ്ഥിരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മഹാബലന്മാരായ മഹാത്മാക്കളെ മഹാലസ്യം വിട്ട് എഴുന്നേൽക്കും. അങ്ങ് മാനസികമായിട്ടുള്ള ആ ശക്തി നേടുക. അനാഥനായ എനിക്കും അങ്ങാണ് ആശ്രയമുള്ളത്. സത്യധർമ്മയുക്തർക്ക് മൃത്യുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ വിഭീഷണൻ സുഗ്രീവൻ്റെ കണ്ണുകൾ തുടച്ചു എന്ന് പറയാണ്. പിന്നെ വെള്ളം കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് ധർമാത്മാവായ വിഭീഷണൻ വീണ്ടും സുഗ്രീവൻ്റെ കണ്ണുകൾ തുടച്ചു. ധീമാനായ ആ സുഗ്രീവൻ്റെ കണ്ണ് തുടച്ചതിന് ശേഷം അദ്ദേഹം കാലോചിതമായ രീതിയിൽ സുഗ്രീവനോട് വീണ്ടും ഇങ്ങനെ പറയാൻ ആരംഭിച്ചു:
അല്ലേ സുഗ്രീവ, അധൈര്യം അവലംബിക്കാനുള്ള സമയമല്ല ഇത്. ഈ സമയത്ത് അതിസ്നേഹം പോലും മരണത്തിന് ഇടയാക്കും. ആകയാൽ സർവകാര്യനാശകമായ ആ അധൈര്യത്തിനെ വെടിഞ്ഞ് രാമാദികളായ സൈനികളുടെ ഹിതം എന്താണ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ രാമനെ ബോധം തെളിയും വരെ കാത്തുരക്ഷിക്കുക. ബോധം വീണ്ടു കിട്ടിയാൽ രാമലക്ഷ്മണന്മാർ നമ്മുടെ ഭയം ഇല്ലാതാക്കും. ഇത് രാമന് സാരമില്ല, രാമൻ മരിക്കേയില്ല. മരിച്ചവരുടെ മുഖത്ത് കാണാനാകാത്ത ആ സ്ത്രീ ഇപ്പോഴും രാമൻ്റെ മുഖത്ത് എനിക്ക് കാണാനുണ്ട്. അതിനാൽ സ്വയം ആശ്വസിക്കുക, സ്വന്തം സേനയെ ആശ്വസിപ്പിക്കുക. ഞാൻ സൈന്യങ്ങളെയൊക്കെ വീണ്ടും ഉറപ്പിച്ചു നിർത്താം. അല്ലേ സുഗ്രീവ, ഈ വാനരന്മാർ പേടിച്ച് അരണ്ട് കണ്ണും തുറിച്ച് പരസ്പരം മന്ത്രിക്കുകയാണ്. സന്തോഷത്തോടെ പടയിൽ ഓടി നടക്കുന്ന എന്നെ കണ്ടിട്ട് കവികൾ ഉപയോഗിച്ചു കഴിഞ്ഞ മാല പോലെ ഭയം വെടിയട്ടെ എന്ന് പറഞ്ഞ് ആ രാക്ഷസേന്ദ്രനായ വിഭീഷണൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ച ശേഷം ഓടിച്ചിതറിപ്പോയിരിക്കുന്ന വാനരസേനയെ വീണ്ടും ആശ്വസിപ്പിച്ചു. മായാവിയായ ഇന്ദ്രജിത്ത് സർവ്വസൈന്യങ്ങളോടും കൂടി ലങ്കാപുരിയിൽ പ്രവേശിച്ച് അച്ഛനെ ചെന്ന് കണ്ടു. രാവണൻ്റെ അടുത്തെത്തി അഭ്യാദ്യം ചെയ്ത് കൈകൂപ്പി രാമലക്ഷ്മണന്മാരെ ഞാൻ വധിച്ചു എന്നുള്ള പ്രിയപ്പെട്ട വാർത്ത അറിയിച്ചു. ശത്രുക്കൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് ആ രാവണൻ രാക്ഷസന്മാരുടെ നടുക്ക് ചാടി എഴുന്നേറ്റ് മകനെ കെട്ടിപ്പിടിച്ചു. സന്തുഷ്ടചിത്തനായ അവൻ മകൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി അച്ഛനോട് നടന്ന കാര്യങ്ങളെല്ലാവരും അവൻ പറയുകയും രാമലക്ഷ്മണന്മാരെ ശരബന്ധത്താൽ നിശ്ചേഷ്ടരും നിഷ്പ്രഭയമാക്കിയ വാർത്ത ഉണർത്തിക്കുകയും ചെയ്തു. മഹാരഥനായ മകൻ്റെ വാക്കുകൾ കേട്ട് ഹർഷപരവേശനായിട്ട് ആ രാവണനും മാറി. രാമൻ മൂലം ഏർപ്പെട്ട ആ ദുഃഖം ഇല്ലാതായി എന്ന് ആ രാക്ഷസ രാജാവ് ചിന്തിച്ചു. പക്ഷേ പിന്നീട് സംഭവിച്ച കഥകൾ ആണ് അടുത്ത സർഗത്തിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം.